നിയുക്ത കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് തന്നെയാണ് അവർക്ക് മുഖ്യമന്ത്രിയായിട്ട് കിട്ടിയിരിക്കുന്നത്. വി.ഡി. സതീശൻ തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിനെ നയിച്ചത്, അണികൾക്ക് ആവേശം പകർന്നത്. അദ്ദേഹത്തിന്റെ മികച്ച തീരുമാനങ്ങളും നേതൃത്വവും കർക്കശമായിട്ട് തന്നെ അന്ന് ഭരണകക്ഷിയായിരുന്ന CPM-നെയും പിണറായി വിജയനെയും ഒക്കെ എതിർത്തതും നിലപാടുകൾ പറഞ്ഞതുമൊക്കെ വി.ഡി. സതീശന് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പദത്തിന് അർഹതയുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. അതേസമയം തന്നെ പുതിയ മുഖ്യമന്ത്രി ഉണ്ടാവുന്നതോടൊപ്പം വിവാദങ്ങളും ഉണ്ടാവുകയാണ്. രമേശ് ചെന്നിത്തല ഏറ്റവും സീനിയർ നേതാക്കളിൽ ഒരാളാണ്, മുഖ്യമന്ത്രി ആകേണ്ട വ്യക്തികളിൽ ഒരാളായിരുന്നു. അദ്ദേഹം കടുത്ത അമർഷത്തിലാണ്. കഴിഞ്ഞ തവണയായിരുന്നു അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയത്. പക്ഷെ അത്തവണ തുടർഭരണം ഉണ്ടായി, CPM അധികാരത്തിലേക്ക് എത്തി. ഇത്തവണ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ടേം അല്ലായിരുന്നു. വി.ഡി. സതീശനായിരുന്നു പ്രതിപക്ഷ നേതാവ്. അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പിനെയും നയിച്ചത്. കർക്കശക്കാരനായിട്ടുള്ള പിണറായി വിജയന് കർക്കശക്കാരനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് വേണമായിരുന്നു. വളരെ സ്വതവേ സൗമ്യനായിട്ടുള്ള, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇടപെടുന്ന ഒരാളാണ് നമ്മുടെ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് അർഹതയില്ല എന്ന് പറയാൻ പറ്റില്ല. വലിയ സീനിയർ നേതാവാണ്, കഴിവുള്ള ആളാണ്. പക്ഷേ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ വി.ഡിക്കായിരുന്നു അവസരമുണ്ടായിരുന്നത്. അദ്ദേഹം അത് പ്രയോജനപ്പെടുത്തി. എന്നിരുന്നാലും രമേശ് ചെന്നിത്തലയ്ക്ക് കുറച്ച് സങ്കടമായിട്ടുണ്ടാവും. മൂപ്പരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായി എന്ന് വാർത്തകൾ വരുന്നുണ്ട്. ഇനി നമ്മുടെ KC വേണുഗോപാൽ മറ്റൊരു സീനിയർ നേതാവാണ്, നല്ലൊരു നേതാവ് തന്നെയാണ് അദ്ദേഹവും. അദ്ദേഹത്തിനും സങ്കടവും ദുഃഖവും ഒക്കെ അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം. അദ്ദേഹം എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതൽ MLA-മാരുടെ പിന്തുണ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ വ്യക്തിപരമായി എനിക്ക് തോന്നുന്നു കോൺഗ്രസ് വലിയ വിജയം കൈവരിച്ചതിൽ വി.ഡി. ഫാക്ടർ ഒരു പ്രധാന ഘടകം തന്നെയാണ്. വി.ഡി. എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് അർഹതയുടെ ഒരു ത്രാസിൽ നമ്മൾ തൂക്കി നോക്കിയാൽ വി.ഡിക്ക് തന്നെയാണ് ഒരു മുൻതൂക്കം എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ അതിൽ നമുക്ക് അപാകതയൊന്നും കാണാനില്ല. പക്ഷേ വി.ഡി. മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ സന്തോഷിക്കുന്നത് കേരളത്തിൽ പ്രധാനമായി BJP ആണ്. പലരും വിചാരിച്ചു വച്ചിരിക്കുന്നത് KC ആവുന്നതിനെയാണ് BJP ആഗ്രഹിക്കുന്നതെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. വി.ഡി. മുഖ്യമന്ത്രിയാകണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവരായിരിക്കും പല BJP നേതാക്കളും. കാരണം വി.ഡി. മുഖ്യമന്ത്രി ആയാലേ BJPയുടെ രാഷ്ട്രീയത്തിന് അത് ഗുണം ചെയ്യൂ. ഒന്നാമതായിട്ട് ലീഗുകാര് തുറന്നു തന്നെ വി.ഡിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലീഗിലെ പല നേതാക്കളും ഒളിഞ്ഞും തെളിഞ്ഞും വി.ഡിയെയാണ് അവർ പിന്തുണയ്ക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കിയാൽ ലീഗിന്റെ അണികൾ മെജോറിറ്റിയും വി.ഡിക്കായിരുന്നു പിന്തുണ. എന്തിനേറെ പറയുന്നു, രമേശ് ചെന്നിത്തലയെയും KC വേണുഗോപാലിനെയും വളരെയധികം വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നവരിൽ ലീഗുകാർ വളരെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. കോൺഗ്രസിലെ നേതാക്കളും ലീഗുകാരും പരസ്യമായിട്ട് ഏറ്റുമുട്ടുന്നതും നമ്മൾ കണ്ടു. മാത്യു കുഴൽനാടൻ അടക്കമുള്ളവര്, അല്ലെ? അപ്പൊ ലീഗിന്റെ പിന്തുണ വി.ഡിക്കായിരുന്നു. വി.ഡി ആണെങ്കിൽ ലീഗുമായിട്ട് നല്ല ബന്ധത്തിലാണ് എന്ന് മാത്രമല്ല, പാണക്കാട് ഫാമിലിയുമായിട്ട് വി.ഡി നല്ല ടേംസിലാണ്. ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ചിലത് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട്സ് ഇടാം. പലരും ഇത് ലീഗിന്റെ മുഖ്യമന്ത്രിയാണ്, ലീഗ് ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തി ഭരിക്കും, പാണക്കാടാണ് യഥാർത്ഥ ഹൈക്കമാൻഡ്, ലീഗാണ് യഥാർത്ഥ ഹൈക്കമാൻഡ്, ലീഗ് തീരുമാനിക്കുന്നവരെ മുഖ്യമന്ത്രിയാകൂ, വയനാട് ആര് ജയിക്കണമെന്ന് ലീഗ് തീരുമാനിക്കും, കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്നും ലീഗ് തീരുമാനിക്കും, ലീഗിന്റെ ഭരണമാണ് വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കമന്റുകൾ, പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. സോ BJPയുടെ രാഷ്ട്രീയ ഉയർച്ചയ്ക്ക് കേരളത്തിൽ ലീഗ് തന്നെ ആയിരിക്കും ചവിട്ടുപടിയായിട്ട് BJP കാണുന്നത്. കാരണം അതൊരു യാഥാർത്ഥ്യമാണ്. മലബാർ മേഖലയിൽ പലയിടങ്ങളിലും ന്യൂനപക്ഷ വോട്ടുകളെ ഏകീകരിപ്പിക്കുന്നതിൽ ലീഗ് വിജയിച്ചിട്ടുണ്ട്. സ്വതവേ മതനിരപേക്ഷ പാർട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ട്രൂ സെക്യുലർ പാർട്ടി എന്ന് പറയാവുന്ന CPIM പോലും പലയിടങ്ങളിലും പരാജയപ്പെട്ടു. CPIM-നെ പരാജയപ്പെടുത്തിയത് ലീഗിന്റെ സ്ഥാനാർത്ഥികളാണ്. അവിടങ്ങളിലൊക്കെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചിട്ടുണ്ട്. അപ്പൊ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുന്നതിനെ BJP കേരളത്തിൽ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കും. ഭൂരിപക്ഷ വോട്ടുകളും കേന്ദ്രീകരിച്ചുകൂടെ എന്നൊരു ചോദ്യം അവർ സമൂഹത്തിന്റെ ഇടയിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ട് പിന്നാലെ തന്നെ. അവിടെ ലീഗ് വളരെ പിന്തുണയ്ക്കുന്ന ഒരാള് മുഖ്യമന്ത്രിയായിട്ട് എത്തുമ്പോൾ രാഷ്ട്രീയമായി BJP ഇതിനെ ഒരു അവസരമായിട്ടാണ് കാണുന്നത്. വളരെ പൊതുവെ സൗമ്യനായിട്ട് ഇടപെടുന്ന രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി എന്നുണ്ടെങ്കിൽ BJPക്ക് രമേശ് ചെന്നിത്തലയെ കടന്നാക്രമിക്കാൻ കഴിയില്ല. UDF-നകത്തെ ലീഗിന്റെ ഒരു അപ്രമാദിത്വത്തെ മുൻകാലങ്ങളിൽ ചെറുത്തിട്ടുള്ള ആളാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ പൊതുവെ ലീഗുകാർക്ക് വലിയ താല്പര്യമില്ല. അത് കമന്റുകൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ നമുക്കറിയാം. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം 5ാം മന്ത്രി വിവാദമൊക്കെ നമുക്കറിയാം.
അപ്പൊ ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ട് പലപ്പോഴായിട്ട് NSS നിലപാടെടുത്ത് വന്നതും ഒരു പ്രശ്നമാണ് ഇവിടെ. അപ്പൊ ചെന്നിത്തലയെ NSS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചെന്നിത്തലയാണെങ്കിൽ ലീഗിനോട് അങ്ങനെ ഒരു അടുപ്പം ഭയങ്കരമായി കാണിക്കുന്ന ഒരാളുമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. UDF ലീഗിന് ഒരു മേൽക്കൈ കിട്ടുന്നതിനെ ചെറുക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാവുന്നതെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ മുന്നിൽ നിർത്തിയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിന് പരിമിതികളുണ്ട്. ലീഗിന്റെ ഭരണമാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം രമേശ് ചെന്നിത്തലയുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അങ്ങനെയല്ല. ഇനി KC വേണുഗോപാലിന്റെ കാര്യം വന്നാലും ഒരു പരിധി വിട്ട് ഈ പറഞ്ഞ പോലെ BJPക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. VD സതീശൻ പരസ്യമായിട്ട് നേരത്തെ അദ്ദേഹം ഈ പ്രവാചകൻ ഭൂമി ഉരുണ്ടത് ആണെന്ന് പറഞ്ഞു എന്നടക്കമുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് വലിയ ചർച്ചയൊക്കെ ആയിരുന്നല്ലോ. അത് മാത്രമല്ല ലീഗ് നേതാക്കളുമായിട്ട് അദ്ദേഹം പുലർത്തുന്ന അടുത്ത ബന്ധം, ഇതെല്ലാം BJPക്ക് വേണമെങ്കിൽ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കാം. ലീഗാണ് UDF ഭരിക്കുന്നത്, മുഖ്യമന്ത്രി ലീഗിന് വഴിപ്പെട്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാവിയിൽ ഇതിനെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം BJPയുടെ ആക്ഷേപങ്ങളിൽ പെടാതെ ഭരണം നടത്തുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വലിയൊരു വെല്ലുവിളി തന്നെയായിരിക്കും. ലീഗിന്റെ കാര്യം പറയുമ്പോൾ ലീഗിന്റെ പേരിൽ തന്നെ മുസ്ലിം ലീഗ് എന്നാണ് ആ സംഘടനയുടെ പേര് തന്നെ. പിന്നെ അതിലെ ഒരു MLA മുൻപ് മതമാണ് വലുതെന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ലീഗിനെ പ്രീണിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന് ഒരിക്കലും ആക്ഷേപം ഉയരാത്ത തരത്തിൽ ഭരണത്തിൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം പുതിയ മുഖ്യമന്ത്രിക്കുണ്ട്. അല്ലാത്ത പക്ഷം BJPക്ക് അതൊരു രാഷ്ട്രീയ ആയുധമായിട്ട് മാറും. BJPക്ക് മാത്രമല്ല CPIM-നും അതൊരു വലിയ രാഷ്ട്രീയ ആയുധമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇനിയുള്ളത് വലിയ വെല്ലുവിളികളാണ്. സ്വന്തം പാളയത്തിൽ നിന്നും അദ്ദേഹത്തിന് വെല്ലുവിളികളുണ്ട്. ഓൾറെഡി മെജോറിറ്റി MLA-യുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് KC-ക്കാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ MLA-മാർക്ക് തന്നെ KC-യോടൊരു താല്പര്യമുണ്ട് എന്ന് വ്യക്തമാണ്. രണ്ട്, ഈ കഴിഞ്ഞ ഒരു 10 ദിവസത്തിനിടയിൽ നടന്ന KC-ക്കെതിരായ സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണങ്ങൾ, പരസ്യ പ്രതികരണങ്ങൾ, VD അനുകൂലികൾ നടത്തിയ പ്രതികരണങ്ങളിൽ എന്തായാലും KC-ക്ക് അതൃപ്തി ഉണ്ടാവും. അതിൽ തർക്കമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കും അതൃപ്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തുടർന്നുള്ള നാളുകളിൽ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ഒരു നൂലിന്മേൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും. അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ഞ പ്രശ്നമാണ്. കാരണം എല്ലാവർക്കും രാഷ്ട്രീയമായിട്ട് സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ VDയോട് എതിർപ്പുള്ളവരുണ്ടെന്നുള്ളത് വ്യക്തമാണ്. എത്രയൊക്കെ പരസ്യമായിട്ട് പറഞ്ഞാലും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പോകുന്നൊക്കെ പറഞ്ഞാലും ഈ കഴിഞ്ഞ ഒരു 10 ദിവസം നടക്കാൻ പാടില്ലാത്ത വിവാദങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ നടന്നു. ഈ സാഹചര്യത്തിൽ ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ. പക്ഷെ വ്യക്തിപരമായി എനിക്ക് തോന്നുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ലീഡറാണ് അവർ എടുത്തിട്ടുള്ളത്. കാരണം പാർട്ടിയെ നയിച്ചൊരാള് VD തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ VD മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള വെല്ലുവിളികൾ വളരെ വലുതാണ്. അതോടൊപ്പം BJPക്ക് രാഷ്ട്രീയമായിട്ട് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനും കാരണമായേക്കാം. ഇനിയുള്ള നാളുകൾ കേരളത്തിൽ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയാം. എന്തായാലും പുതിയ മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ. കേരളത്തിനെ ഒരു മികച്ച സംസ്ഥാനമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. കാരണം വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റേറ്റാണ് നമ്മുടേത്. ഇന്ത്യ ലോകത്തിലെ ശക്തമായ ഒരു രാജ്യമായിട്ട് മാറുമ്പോൾ നമ്മുടെ കേരളം അതിൽ ഒന്നാമതെത്തണമെന്നാണ് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എക്കണോമിയുള്ള ഒരു ശക്തമായ ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറേണ്ടതുണ്ട്. എല്ലാ മേഖലയിലും അനന്തമായ സാധ്യതകളാണ് നമ്മുടെ കേരളത്തിൽ വികസനത്തിലുള്ളത്, ടൂറിസത്തിനുള്ളത്. ഈ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു സ്റ്റേറ്റാക്കി കൂടുതൽ വികസനത്തിലേക്ക് കേരളത്തെ നയിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴിയട്ടെ. അദ്ദേഹം മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ പല അഭിമുഖങ്ങളും ഞാൻ കണ്ടിരുന്നു. വളരെ വിഷൻ ഉള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അദ്ദേഹം അധികാരമോഹിയായിട്ടുള്ള ധനമോഹിയായിട്ടുള്ള ഒരാളാണെന്ന് അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളിൽ തോന്നിയിട്ടില്ല. എന്ന് മാത്രമല്ല ഒരുപാട് പ്രതീക്ഷ നൽകുന്ന അഭിമുഖങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇപ്പോൾ അദ്ദേഹത്തിന് അധികാരം കിട്ടിയിരിക്കുകയാണ്. കേരളത്തിനെ ഒരു മികച്ച സംസ്ഥാനമാക്കി ഒരു റോൾ മോഡലാക്കി മാറ്റാൻ അദ്ദേഹത്തിന് ഒരു വലിയ അവസരം കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെയൊക്കെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും പുതിയ മുഖ്യമന്ത്രിക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.